ദൈവ തിരുനാമത്തിന് മാത്രമുണ്ടാകട്ടെ. ലിവിങ് ഫോർ ക്രൈസ്റ്റ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ചാനലിൽ നാം അപ്ലോഡ് ചെയ്ത വീഡിയോകളുടെ കമൻറ്റുകൾ, സംശയങ്ങൾക്ക് മറുപടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നാം ആദ്യം അപ്ലോഡ് ചെയ്ത വീഡിയോകളിൽ പലരും ഉന്നയിച്ച ഒരു സംശയവും വാദവും സ്നാനത്തെക്കുറിച്ചാണ്. അതായത് ക്രിസ്തീയ സ്നാനം മുങ്ങി സ്നാനപ്പെടേണ്ട ആവശ്യമുണ്ടോ, തളിക്കൽ പോരെ, മുങ്ങി സ്നാനപ്പെട്ടതിന് തെളിവുണ്ടോ, അങ്ങനെ ഒരു രീതി ക്രൈസ്തവ സഭയിൽ ഉണ്ടായിരുന്നോ? അങ്ങനെ പല സംശയങ്ങളാണ് പലരും ചോദിച്ചത്. ഞാൻ ചെറുപ്പത്തിൽ കേട്ട ഒരു വാദം അതിനുവേണ്ടി പറയാം. ഞാൻ കണ്ണൂർ ജില്ലയിലെ ഒരു മലയോര ഗ്രാമത്തിലാണ് സ്കൂളിൽ പഠിച്ചത്. ആ സമയത്ത് ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ഒരിക്കൽ സ്കൂളിലെ ഒരു മീറ്റിങ്ങിൽ ഇങ്ങനെ പറഞ്ഞു. ചിലപ്പോൾ അന്ന് ഏതെങ്കിലും ഇങ്ങനെയുള്ള വാദങ്ങൾ അദ്ദേഹം കേട്ടതുകൊണ്ടായിരിക്കാം, സ്നാനത്തെക്കുറിച്ച് എന്തെങ്കിലും കേട്ടതുകൊണ്ടായിരിക്കാം. അതിങ്ങനെ പറഞ്ഞു: ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് ഏത് ആഹാരം കൊടുക്കണമെന്ന് മാതാപിതാക്കളാണ് തീരുമാനിക്കുന്നത്. ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ ഏത് സ്കൂളിൽ അയക്കണമെന്ന് മാതാപിതാക്കളാണ് തീരുമാനിക്കുന്നത്. ഒരു കുഞ്ഞ് ജനിച്ചാൽ അവർ ഏത് വസ്ത്രം ധരിക്കണമെന്ന് മാതാപിതാക്കളാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അവർ ഏത് മതത്തിൻ്റെ ഏത് ആചാരങ്ങളുടെ ഭാഗമാകണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം മാതാപിതാക്കൾക്കാണ്. ഞാൻ ആ ഒരു വാദത്തെ അംഗീകരിക്കുന്ന ഒരാളാണ്. കാരണം തീർച്ചയായും ഒരു മാതാവിനും പിതാവിനും അവരുടെ കുഞ്ഞുങ്ങളെ ഏത് മതവിഭാഗത്തിൽ അംഗമാകണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെയുള്ള അവകാശപ്രകാരം ഒരു കുഞ്ഞിനെ അവർ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു സമൂഹത്തിൽ, ക്രിസ്തീയ സമൂഹത്തിലായിക്കോട്ടെ മറ്റേതെങ്കിലും സമൂഹത്തിലായിക്കോട്ടെ, അവിടുത്തെ ആചാരമനുസരിച്ച് ആ സഭയുടെയോ ആ കൂട്ടായ്മയുടെയോ ഭാഗമാക്കുന്നതിൽ നമുക്ക് തെറ്റൊന്നും പറയാനില്ല. തീർച്ചയായും അങ്ങനെയാണ് ഇന്ന് ശിശുസ്നാനം പൊതുവെ കാണപ്പെടുന്നത്. കാരണം അവരവർ ചേർന്ന് നിൽക്കുന്ന സഭകളിൽ അംഗങ്ങളാക്കാൻ അവർ ആ പ്രക്രിയ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്കതിന് വിരോധമൊന്നുമില്ല. അവരത് ചെയ്യട്ടെ, അതിൽ നമുക്ക് അവരോട് പ്രത്യേക പിണക്കമൊന്നുമില്ല. എന്നാൽ ക്രിസ്തുവിനോട് ചേരുന്നതാണ് സ്നാനം. അത് മനുഷ്യൻ്റെ പാപപരിഹാരത്തിനു വേണ്ടി ചെയ്ത ക്രിസ്തുവിൻ്റെ പരമയാഗത്തിൽ വിശ്വസിക്കുകയും അതിനോട് ചേരുകയും ചെയ്യുന്ന ഒന്നാണെന്നുള്ള അർത്ഥത്തിൽ സ്നാനം എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ഒരു മതത്തിൽ ചേർക്കുന്ന സ്നാനമല്ല, മറിച്ച് ക്രിസ്തുവിനോട് ചേരുന്ന സ്നാനമാണ്. ഇനി ഇതിൻ്റെ സംശയങ്ങളുടെ ആദ്യ മറുപടിയായി ഞാൻ ചില കാര്യങ്ങൾ പറയട്ടെ. ഈ ശിശുസ്നാനം എന്നാണ് ഉണ്ടായതെന്നാണ്. ഞാൻ കാത്തലിക്കിൻ്റെ എൻസൈക്ലോപീഡിയ എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ കൃത്യമായി അതിൻ്റെ പേജ് നമ്പർ 261 വോള്യം 11 പറയുന്നൊരു കാര്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാത്തലിക്ക് എൻസൈക്ലോപീഡിയയിൽ പറയുന്ന കാര്യമാണ്. കേട്ടാട്ടെ. ഏറ്റവും പുരാതനവും സർവ്വസാധാരണവുമായ സ്നാനരീതി ചോദ്യം മുഴുകൽ അഥവാ നിമഞ്ജനം ആയിരുന്നു. ലത്തീൻ സഭകളിൽ ഈ മുഴുകൽ സ്നാനരീതി 12-ാം നൂറ്റാണ്ട് വരെയും പ്രാബല്യത്തിൽ ഈ മുഴുകൽ സ്നാനരീതി 12-ാം നൂറ്റാണ്ട് വരെയും പ്രാബല്യത്തിൽ ഇരുന്നിരുന്നു. ചിലയിടങ്ങളിൽ 16-ാം നൂറ്റാണ്ട് വരെയും ഈ രീതി തന്നെ തുടരുകയും ചെയ്തു. AD 1311 റാവന്നയിലെ സൂനകുദോസ് വരെ ശിശുസ്നാനം കത്തോലിക്ക സഭയിൽ നിയമാനുസൃതമായി അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, കാത്തലിക് എൻസൈക്ലോപീഡിയയിൽ തന്നെ ഉള്ളതാണ്. ഞാനതാണ് വായിച്ചത്. നിങ്ങൾക്ക് അത് ആ പുസ്തകം പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾക്കത്
അവൈലബിൾ ആയിരിക്കുമല്ലോ. നിങ്ങൾ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ നെറ്റിലൊക്കെ നിങ്ങൾക്കതിൽ നിന്ന് ലഭിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ഡോക്ടർ യുഹന്നോൻ മാർത്തോമ മെത്രാപ്പോലിത്തയായ യുഹന്നോൻ പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുസ്തകത്തിൻ്റെ പേര് നമ്മുടെ വിശ്വാസം എന്നാണ്. പേജ് 147 ഇങ്ങനെ പറയുന്നു: വേദപുസ്തകത്തിൽ ശിശുസ്നാനത്തിന് ആധാരമായ സ്പഷ്ടമായ വാക്യങ്ങളില്ല. പ്രവൃത്തികളുടെ പുസ്തകങ്ങളിലും ലേഖനങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നതെല്ലാം തന്നെ പ്രായം ചെന്നവരെ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുന്നതിനെ പറ്റിയാണ്. സുവിശേഷത്തിൻ്റെ പ്രസംഗം മൂലം വിശ്വസിച്ച് സ്നാനമേറ്റവരെ കുറിച്ച് മാത്രമേ സഭയുടെ ആദ്യ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഇത് പറഞ്ഞതും ആരാണ്? ഒരു മെത്രാപ്പോലീത്തയാണ്. അതെ, അപ്പോൾ നമുക്കറിയാം ഇത് 1311 ശിശുസ്നാനം സഭകളിൽ ആരംഭിച്ചത്. അതിന് കാരണമായി പറയുന്ന ചരിത്ര സംഭവം ഇതാണ്. ആ കാലഘട്ടത്തിൽ 1300 കാലഘട്ടത്തിൽ ശക്തിയേറിയൊരു പഠിപ്പീരുണ്ടായി. സ്നാനപ്പെടാത്തവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ പല മാതാപിതാക്കളും തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിച്ച് കുഞ്ഞുങ്ങളെയും കൂടി സ്നാനപ്പെടുത്തണമെന്ന് വാശി പിടിക്കുകയും ഒച്ചയുണ്ടാക്കുകയും ചെയ്യാനിടയായി. ഈ ഒരു പ്രശ്നം പരിഹരിക്കാനാണ് ആ കാലഘട്ടത്തിൽ ശിശുസ്നാനത്തെ അംഗീകരിച്ചത്. പിന്നീട് ശിശുക്കളെല്ലാം സ്നാനപ്പെടാൻ തുടങ്ങിയപ്പോൾ, മുതിർന്ന വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ശിശുസ്നാനം മാത്രമാകുകയാണ് ചെയ്തത്. ഇത് ചരിത്രമാണ്. ഈ ചരിത്രം നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. പലപ്പോഴും നമ്മൾ ചരിത്രം പഠിക്കാറില്ല. ചരിത്രം പഠിക്കാതെയാണ് നമ്മൾ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ കത്തോലിക്ക സഭയിൽ ജനിച്ചു വളർന്നയാളാണ്. എൻ്റെ കുഞ്ഞുനാളിൽ 1990കളിലൊക്കെ ഞാൻ ജപമാല ചൊല്ലുമായിരുന്നു. ആ ജപമാലയിൽ അന്ന് 3 രഹസ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ദുഃഖം, സന്തോഷം, മഹിമ. പക്ഷെ ഇന്ന് അതേ ജപമാലയിൽ 4 രഹസ്യങ്ങളുണ്ട്. പക്ഷേ ഒരു 40 കൊല്ലം 50 കൊല്ലം കഴിഞ്ഞ് ആളുകളോട് നമ്മൾ പറയുകയാണ്, ഇത് ഇത്ര വർഷം മുമ്പ് ജപമാലയിൽ 3 രഹസ്യമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ പലരും അംഗീകരിക്കുകയില്ല. അവർ പറയും അങ്ങനല്ല, ഇത് കത്തോലിക്ക സഭ തുടങ്ങിയ മുതലുള്ളതാണ്. ചരിത്രം അവർ പഠിക്കുന്നില്ല. കാരണം കാര്യങ്ങളെ മനസ്സിലാക്കാതെയാണ് പലരും പല കാര്യങ്ങളും പ്രസ്താവിക്കുന്നതെന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ്. അതുകൊണ്ട് നാം ചരിത്രം അല്പം പഠിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. അടുത്ത കാര്യം സ്നാനത്തിൻ്റെ ആത്മീയ വിഷയമാണ്. സ്നാനത്തിൻ്റെ ആത്മീയമായ ചിന്ത എന്താണ്? അതായത് സ്നാനം യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളോട് ചേരുന്നതാണ് യഥാർത്ഥത്തിൽ സ്നാനം. തുടർന്ന് ഞാൻ സ്നാനത്തിൻ്റെ ആത്മീയാർത്ഥത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്നാനം എന്താണ്? സ്നാനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണം, കല്ലറയിലുള്ള അടക്കം, പുനരുദ്ധാരണം, ഈ 3 കാര്യങ്ങളോടുമുള്ള ഏകീഭവനമാണ് സ്നാനമെന്ന് പറയുന്നത്. അതിൻ്റെ വാക്യങ്ങൾ വായിച്ച് ഞാൻ ആ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകുന്നതാണ് സ്നാനം. വാക്യം റോമാലേഖനം 6-ാം അധ്യായം 3-ാം വാക്യം. നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ ഇവിടെ പറയുന്നു യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകാനാണ് സ്നാനമേറ്റത്. അപ്പോൾ എന്താണ് എനിക്ക് കാരണം? മനുഷ്യൻ അവൻ്റെ പാപങ്ങളിൽ മാനസാന്തരപ്പെട്ട് പാപം സംബന്ധിച്ച് മരിച്ച് അവൻ എന്ത് ചെയ്യാണ്? യേശുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകുകയാണ്. 2, ക്രിസ്തുവിനോടുകൂടെ കുഴിച്ചിടപ്പെടാൻ ആണ് സ്നാനം. റോമാലേഖനം 6:4, കൊലോസ്യർ 2:12 അവിടെ ഇങ്ങനെ പറയുന്നു, അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ തന്നെ കുഴിച്ചിടപ്പെട്ടു. അപ്പോൾ നാം സ്നാനപ്പെടാനായി ഒരുങ്ങി വെള്ളത്തിൽ ഇറങ്ങുന്നതിനെ മരണത്തോട് പങ്കാളിയാകുകയും നാം യേശുക്രിസ്തുവിൻ്റെ കുഴിച്ചിടലിൽ പങ്കാളിയാകുവാൻ കാരണമാകുന്നത് വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണ്. നാം വെള്ളത്തിൽ മുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് യേശുക്രിസ്തു കല്ലറയിൽ അടക്കപ്പെട്ടതിന് സദൃശ്യമാണ്. പിന്നീട് വേദപുസ്തകം വായിക്കുമ്പോൾ കൊലോസ്യർ 2:12 വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കും, സ്നാനത്താൽ നിങ്ങൾ
അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തി വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ വെള്ളത്തിലിറങ്ങുന്നത് യേശുവിൻ്റെ മരണത്തിന് സാദൃശ്യവും വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നത് യേശുവിൻ്റെ അടക്കത്തിൻ്റെ സാദൃശ്യവും വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നത് യേശുവിൻ്റെ ഉയർപ്പിൻ്റെ സാദൃശ്യവുമാണ്. അങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുദ്ധാരണങ്ങളോട് ഏകീഭവിക്കുന്നതാണ് സ്നാനം. അതുകൊണ്ടാണ് നാം മുങ്ങിത്തന്നെ സ്നാനപ്പെടണമെന്ന് പറയുന്നത്. ഇത് മതത്തിൽ ചേരുന്ന ഒരു പരിപാടിയല്ല, ഒരു സഭയിലും ചേർക്കുന്ന പരിപാടിയല്ല, യേശുവിനോടുകൂടെ ചേരുന്നതാണ്. അത് പൂർണ്ണ മനസ്സോടെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യമാണ്. അത് നമ്മൾ എന്ത് ചെയ്യരുത്, യേശു രക്ഷകനായി സ്വീകരിച്ച ഒരു വ്യക്തി അത് നമ്മൾ താമസിപ്പിച്ച് വെക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, സ്നാനപ്പെടുവാൻ തയ്യാറാകും. അടുത്ത വിഷയം, പലരും ചോദിക്കുന്നൊരു ചോദ്യം, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നല്ലോ കുടുംബമായി, കാരാഗ്രഹ പ്രമാണി കുടുംബമായി സ്നാനമേറ്റു, അപ്പോൾ കുഞ്ഞുങ്ങളും സ്നാനമേറ്റു കാണുകയില്ലേ? ലുദിയായും കുടുംബവും സ്നാനമേറ്റു എന്നെഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള കുഞ്ഞുങ്ങളും സ്നാനപ്പെട്ടില്ലേ? കാരണം കുടുംബമെന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളും പെടുകയില്ലേ എന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പലരും അങ്ങനൊരു സംശയം ഉന്നയിക്കാറുണ്ട്. എന്നാൽ നാം വേദപുസ്തകം തന്നെ പരിശോധിച്ചാൽ നമുക്കതിനൊരു മറുപടി ലഭിക്കും. അതായത് കുടുംബത്തിൽ സ്നാനപ്പെടാൻ വിശ്വസിക്കാൻ പ്രാപ്തിയായവരെ സ്നാനപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. അതെ, നീയും നിൻ്റെ കുടുംബവും ആടുമാടുകളിൽ കടിഞ്ഞൂൽ മൃഗങ്ങളുടെ ഇറച്ചി തിന്നണം എന്നൊരു കൽപ്പന നമ്മൾ പഴയ നിയമത്തിൽ കാണും. ആവർത്തന പുസ്തകം 15-19 20 വാക്യങ്ങളിലാണ് നീയും നിൻ്റെ കുടുംബവും ആടുമാടുകളിൽ കടിഞ്ഞൂൽ മൃഗങ്ങളുടെ ഇറച്ചി തിന്നണം എന്ന കൽപ്പിച്ചിരിക്കുന്ന കൽപ്പന കാണുന്നത്. അതിൻ്റെ അർത്ഥം 2-3 മാസമായൊരു കുഞ്ഞ് നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യഹൂദന്മാരുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവരും ഈ ഇറച്ചി തിന്നണമെന്നല്ല. അവർ ഇറച്ചി തിന്നാറായിട്ടില്ല. തിന്നാറായവർ മാത്രം തിന്നാൽ മതി, അല്ലാതെ അവർക്കാർക്കും അവരിറച്ചി കൊടുക്കുകയില്ല. അതെ, അതുപോലെ തന്നെ നമുക്ക് കാണാവുന്ന മറ്റൊന്നാണ് യോസേപ്പ് അപ്പനെ അടക്കാൻ പോയ സംഭവം. അവിടെയും കുടുംബമായി പോയെന്നാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ആ കുടുംബത്തിൽ യാത്ര ചെയ്യാൻ പറ്റിയവർ പോയി എന്ന് തന്നെയാണ് പിന്നീട് നമ്മൾ മറ്റ് പല വാക്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. അവർ കൂട്ടത്തിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി എന്നർത്ഥമാക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ശൗലിൻ്റെ ഗ്രഹവും ദാവീദ് ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു എന്ന് ബൈബിളിൽ കാണാം. അതിൻ്റെ അർത്ഥം ശൗലിൻ്റെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളും ദാവീദിൻ്റെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളും തമ്മിൽ യുദ്ധമുണ്ടായെന്നല്ല. 6 മാസമോ 1 വർഷമായ കുഞ്ഞുങ്ങൾ തമ്മിൽ എന്ത് യുദ്ധം? അതൊന്നും ഉണ്ടായില്ല. പറഞ്ഞപ്പോൾ ദാവീദ് ഗ്രഹവും ശൗലിൻ്റെ ഗ്രഹവും എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചാൽ കുടുംബത്തിലുള്ള എല്ലാവരും യുദ്ധത്തിൽ പങ്കെടുത്തെന്ന് അർത്ഥമില്ല. ഇതുപോലെ തന്നെയാണ് കുടുംബമായി സ്നാനമേറ്റു എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ എല്ലാവരും സ്നാനമേറ്റു എന്ന് അർത്ഥമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വിശ്വസിക്കുന്നവരാണ് സ്നാനപ്പെടേണ്ടത്. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചെന്നു. ഞാൻ പാപിയാണ്, യേശുവിൻ്റെ കുരിശ് മരണം എൻ്റെ പാപത്തിന് പരിഹാരമാണെന്ന് ആര് വിശ്വസിക്കുന്നുവോ അവരാണ് വിശ്വാസ സ്നാനം സ്വീകരിക്കേണ്ടത്. നിങ്ങളെ അതിലേക്ക് ദൈവം നടത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ മറ്റു സംശയങ്ങൾക്കും മറുപടിയായി ഞാൻ അടുത്ത ദിവസങ്ങൾ വരും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.